ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയൊരു ക്ലൈമറ്റായി. മറ്റേത് വീടിനകത്ത് തന്നെ ഇരുന്ന് എടുക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബോറിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് അൺബോക്സിങ് നമ്മുടെ ഗാർഡനിൽ വെച്ചാണ്. ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ. ഇന്ന് ഒരു 3 വണ്ടിയുടെ അൺബോക്സിംഗ് ഉണ്ട് നമുക്ക്. ഇന്നലെ ഞാനും മോനും കൂടെ ഇവിടെ മുംബൈയിൽ തന്നെ ഗോരഗാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3 കാറുകൾ. ഇന്നലെ ഞങ്ങൾ കളക്ട് ചെയ്ത് മീൻസ് എന്താ പറയുക, മേടിച്ച 3 എണ്ണമാണിത്. അപ്പോൾ ഓക്കെ, ഇന്ന് നമുക്ക് ഹസ്ബൻഡിൻ്റെ കൂടെയാണ് അൺബോക്സിങ്. പുള്ളിക്കാരൻ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. ഇതിലൊരു ഇൻട്രസ്റ്റ് പുള്ളിക്കാരന് കൊടുത്താലേ നമുക്കും സാധനം മേടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇതിലേതാണ് ഇന്ന് ആദ്യം അൺബോക്സ് ചെയ്യേണ്ടത്? ഇന്ന് പുള്ളിയുടെ ചോയ്സാണ്. ഇവൻ ഓക്കെ. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ആദ്യത്തെ വണ്ടിയാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവനെ തിരിക്കാം. ഇത് പോർഷയുടെ 911 ഡക്കാറാണ്. അപ്പോൾ നമുക്ക് തുറന്നിട്ട് കാണാം ബാക്കി. ഇത് ബ്യൂറാഗോ കമ്പനിയുടെ ആണ്, ലൈസൻസ്ഡ് മോഡൽ. ബ്യൂറാഗോ എല്ലാവർക്കും അറിയുമല്ലോ, ലൈസൻസ്ഡ് മോഡലാണ്. നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവൻ ഞാൻ ഒരുപാട് നാളായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓൺലൈൻ സൈറ്റിൽ കാണും, പക്ഷേ എനിക്കത് അവൈലബിൾ ആവുന്നില്ലായിരുന്നു. ഇതാണ് സാധനം. ഇതൊരു ഓഫ് റോഡ് ടൈപ്പ് കാറാണ്, പോർഷൻ മോഡൽ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ജെറി ക്യാൻ ഉണ്ട്, പിന്നെ ഒരു ബാഗുണ്ട്. ഇത് മോസ്റ്റ്ലി ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും, ഓഫ് റോഡിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ലേറ്റസ്റ്റ് മോഡലാണ്, 2018 മോഡലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് സൈസ്. വില ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഏകദേശം ഡൈകാസ്റ്റിൻ്റെ വില, അതിൻ്റെ കമ്പനി ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മേക്കേഴ്സ് ആരാന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് കുറച്ച് നോളജ് ഉള്ളവർക്ക്. അപ്പം ഞാൻ വില പറയുന്നില്ല ഒന്നിൻ്റെയും തന്നെ. അപ്പോൾ ഇതിൻ്റെ ഡോർ ഓപ്പൺ ആണ്. ബൂട്ടോ ഇതൊന്നും ഓപ്പൺ അല്ല. ഇതാണ് കാർ. ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ പറ്റും. അടുത്ത നമ്മുടെ പോലീസ്, എന്താ പറയുക, ഒരു പോലീസ് കാറാണ്. ഇതൊന്ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടവർക്ക് എല്ലാവർക്കും ഈ വണ്ടി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ആ മൂവിയുടെ ഒരു ഇൻസ്പയർഡ് ആയ വണ്ടിയാണ്. ഇതാണ് സാധനം, നമ്മുടെ ഷെവി ബ്ലേസർ വിത്ത് പോലീസ് ബാഡ്ജ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ബാഡ്ജ് ഉണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ ഞാൻ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോഴത്തേക്കും ആ മോഡലിൻ്റെ കൂടെ പോലീസ് ബാഡ്ജും അവൈലബിൾ ആയിരുന്നു. ഇതിപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ഇതിൽ പോലീസ് ബാഡ്ജ് ഉണ്ടോയെന്ന്. ഏതായാലും കാണുന്നില്ല ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ഇതിൽ, പക്ഷേ ഇതിൽ ഇട്ടിട്ടുണ്ട് ഹോപ്പേഴ്സ് ഷെവി ബ്ലേസർ വിത്ത് പോലീസ് ബാഡ്ജ് എന്ന്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ്. ഇതും ഇന്നലെ ഞങ്ങൾ പോയ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഓൺലൈൻ അവൈലബിൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് തരാം. അവരുടെ കയ്യിൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ ഓൾ ഓവർ ഇന്ത്യ അവർ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷിപ്പിംഗ് ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ. സോ നിങ്ങൾക്ക് അവരോട് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷോപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വണ്ടി ഇപ്പോൾ എടുക്കാം. വണ്ടി ഇതാണ് നമ്മുടെ
പോലീസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഹോക്കിങ്സ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഷീഫിൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്. ചെവിയുടെ ചെറിയൊരു ലോഗോ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് അൺസ്ക്രൂ ചെയ്തിട്ട് ഇനി ബാക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ തന്നെ വെച്ച് കാണിക്കാൻ പറ്റും. നമുക്ക് സൈസ് അറിയാൻ പറ്റും. ഇങ്ങനെ ഇത് ജേഡ ടോയ്സിൻ്റെയാണ്. ഇതും ലൈസൻസ്ഡ് മോഡൽ തന്നെയാണ്. ഇതൊക്കെ എന്തോ റബ്ബർ മെറ്റീരിയലാണ്. പിന്നെ ജേഡ ടോയ്സ് മോസ്റ്റ്ലി എല്ലാം ചൈനീസ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ അടിയിൽ എന്തോ ഡിസ്ക്രിപ്ഷൻ, നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഗാർഡനിൽ ഒന്നും തന്നെ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. സോ എല്ലാ വേസ്റ്റും ഞാൻ വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകും. പ്ലാസ്റ്റിക് ഒട്ടും തന്നെ ഇടാൻ പാടില്ല. ഇത് തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രോപ്പർ രീതിയിൽ ഡിസ്പോസ് ചെയ്യും. ഇതാണ് വണ്ടി. ഇവിടെ എല്ലാ സ്ഥലത്തും അവർ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മഴയുണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ചൂടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ ബ്രൈറ്റ് ആയിട്ടുള്ള വെയിലില്ല. അതൊരു സമാധാനമുണ്ട്. ഇതാണ് വണ്ടിയുടെ ഇതാണ് നമ്മുടെ പോലീസ് കാർ. ഇതിൻ്റെ ഡോർ ഓപ്പൺ ആവും. ബൂട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇതും ഓപ്പണാണ്. ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള കാറാണ്. ഇതിൽ ഫിക്സ് ആവുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ പീസായിട്ടാണ്. ഇത് പ്രസ് ചെയ്താൽ ഇതിൽ ഫിക്സ് ആയിക്കോളും. സ്ട്രേഞ്ചർ തിങ്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ള മൂവിയുടെ പോലീസ് കാർ ഇതാണത്. അപ്പോൾ നമുക്കിതിൻ്റെ ബോണറ്റ് കൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. അത് കുറച്ച് ടൈറ്റായിരുന്നു. ഇതാണ് എൻജിൻ, അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. വണ്ടി ഓക്കെ, ഒരു എന്താ പറയുക, ഭയങ്കര അടിപൊളി ഡീറ്റെയിലിംഗ് ഉള്ള വണ്ടിയാണെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ നമ്മുടെ ഒരു കളക്ഷനിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാർ. അതാണ് ഭയങ്കര ഡീറ്റെയിലിംഗ് ഒന്നും എനിക്ക് ഇത് കണ്ടിട്ട് പറയാൻ തോന്നുന്നില്ല. ഇതിലും എത്രയോ ബെറ്റർ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് അൺബോക്സ് ചെയ്ത ഡക്കാർ, പോർഷിൻ്റെ ഡക്കാർ. ഇതിൽ അത്ര ഡീറ്റെയിലിംഗ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്. ഇവിടെയും ഷെവിയുടെ ലോഗോ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട് യൂസ്ഡ് അണ്ടർ ലൈസൻസ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഷെവിയുടെ ബ്ലേസർ, യൂസ്ഡ് അണ്ടർ ലൈസൻസ്, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈസൻസ്ഡ് മോഡലാണ്. ഇതും ജേഡ ടോയ്സിൻ്റെയാണ്. സോ അത് ലൈസൻസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് അൺബോക്സിങ്. ഇന്നലെ ഇപ്പം ഞാനും മോനും ഇത് വെച്ചിരിക്കുന്നത് കാർ ഹണ്ടിങ് എന്നാണ്. അപ്പോൾ ഇന്നലത്തെ ഞങ്ങളുടെ കാർ ഹണ്ടിങ്ങിൽ ഏറ്റവും ട്രഷർ അതുപോലെ ഒരു ഐറ്റം കിട്ടിയത് ഇവനാണ്. 1:18 മോഡലാണ്. അപ്പോൾ നമുക്ക് ഇവനെ കാണാം. ഒരു ഫോർഡിൻ്റെ 1953 ഫോർഡ് F100 പിക്കപ്പാണ്. ഒരു അമേരിക്കൻ പിക്കപ്പ് വെഹിക്കിളാണ് ഇത് ഇന്നലെ എന്താ പറയുക, ഒരു ലക്കിൽ കിട്ടിയതാണ്. പൊതുവേ പിക്കപ്സ് നമുക്ക് ഇപ്പോൾ ഈ പ്രൈസിൽ അവൈലബിലിറ്റി കുറവാണ് ഇന്ത്യയിൽ. ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്കറിയില്ല, കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻസിൽ പറയണം ഏത് സൈറ്റിൽ നിന്നാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ്. ഞാൻ അന്വേഷിച്ച് എനിക്കറിയാവുന്ന കുറേ സൈറ്റ്സ് ഉണ്ട്. അതിലൊന്നും നമുക്ക് അവൈലബിലിറ്റി പിക്കപ്സിന് ഇല്ല. പിന്നെ ഈ പ്രൈസ് റേഞ്ച്, അതാണ് മെയിൻ. 1:18 ഈ പ്രൈസ് റേഞ്ചിൽ അവൈലബിലിറ്റി ഒരുപാട് കുറവാണ്. ഇത് ഏകദേശം ഒരു അണ്ടർ 5,000 റേഞ്ചാണ്. ഞാൻ ഇതിൻ്റെ മാത്രം പറയാം, അണ്ടർ 5,000 റേഞ്ചാണ്. സോ നമുക്കിപ്പോൾ ഇത് തുറന്നിട്ട് ഇനി ബാക്കി കാണാം. ഇവിടെ എല്ലാം നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. ലക്കി ഡൈകാസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. റോഡ് സിഗ്നേച്ചർ കളക്ഷൻ, ഇതാണ് മെയിൻ ഇതിൻ്റെ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം.
ഇതാണ് അപ്പോൾ നമ്മുടെ സാധനം. അപ്പോൾ എൻ്റെ കളക്ഷനിൽ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ GT സ്പിരിറ്റിൻ്റെ ഫോർഡ് മസ്റ്റാങ്, ആ റേഞ്ച് ഒന്നും ഇതിലില്ല. അതൊക്കെ GT സ്പിരിറ്റ് ഒക്കെ നല്ല ഹൈ റേഞ്ചിലാണ്. ഫ്ലൈറ്റ് പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ക്ലൗഡ് നല്ല മേഘമുണ്ട്, ക്ലൗഡ്സിൻ്റെ ഇടയിൽ ഐമോൻ വീഡിയോ എടുക്കാൻ അതാ അവിടെ. അപ്പോൾ ഇതിന് നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ്. ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതാ പറഞ്ഞു വന്നത്, ഫോർഡ് മസ്റ്റാങ്ങിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിങ് ചെയ്തല്ലോ GT സ്പിരിറ്റിൻ്റെ. അത്രയും പ്രൈസ് റേഞ്ച് ഒന്നും ഇല്ലെങ്കിലും സാധനം അടിപൊളിയാണ് ഇവൻ. ഇവനാണ്. നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. ഇതിലും ഇട്ടിട്ടുണ്ട് 53 ഫോർഡ് F100 പിക്കപ്പ്, ഒരു റോഡ് കളക്ഷൻ. ഇത് 1:18 എൻ്റെ പിക്കപ്സിൽ 1:18 എൻ്റെ ഫസ്റ്റ് കളക്ഷനാണ് ഇവൻ. ഇതാണ് അപ്പോൾ എൻ്റെ പിക്കപ്പ്. അപ്പോൾ നമുക്കിതിനെ അൺസ്ക്രൂ ചെയ്തിട്ട് ബാക്കി കാണാം എങ്ങനെയാണ്. ഞാൻ ഇതിൻ്റെ വെയിറ്റ് ഒക്കെ അപ്പോൾ പറയാം. ഇതാണ് നമ്മുടെ ഗാർഡൻ. ഇവിടെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, നാച്ചുറൽ ആയിട്ട്, അതായത് നമുക്കിപ്പോൾ നാടിനൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, എന്നാലും ബോംബെ പോലെ ഒരു സിറ്റിയിൽ ഇതുപോലെ ഒരു ഗാർഡനും ഇങ്ങനെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊറ്റി എന്നാണ് ഇതിന് പറയുക, കൊറ്റിയൊക്കെ വന്നിരിക്കുകയും പിന്നെ ബാക്കിൽ ഒരു റിവർ, ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക നാടിൻ്റെ ഒരു ഗ്രീനറി ഫീൽ. അപ്പോൾ ഞാൻ ഇത് അൺസ്ക്രൂ ചെയ്തു. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് സാധനം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണം എനിക്ക്. മറ്റേത് നമ്മളന്ന് കണ്ടല്ലോ, ഏകദേശം ഫോർഡ് മസ്റ്റാങ് 1 kg അടുത്തുണ്ടായിരുന്നു. ഇതും ഏകദേശം അത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് നൈഫ്. ഈ ഒരു പരിപാടിയാണ് ഏറ്റവും ടെൻഷനുള്ളൊരു പരിപാടി. എവിടെയെങ്കിലും നമ്മുടെ നൈഫ് ഒന്ന് മാറിക്കൊണ്ടാൽ സ്ക്രാച്ച് വരും. അത് ഭയങ്കര ടെൻഷനാണ്. ആക്ച്വലി ഇത് വന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് പുറത്തുനിന്ന് വരുന്ന പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ അവരെന്തെങ്കിലും സെല്ലോ ടേപ്പൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര ടെൻഷനാണ് എനിക്ക് ഈ ഒരു പരിപാടി മാത്രം. കാരണം സ്ക്രാച്ച് ഒന്നും വരാൻ പാടില്ല വണ്ടിയിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അടിഭാഗം തന്നെ കാണാം. വീല് സസ്പെൻഷൻ ഒന്നും പറയാനില്ല, പക്ഷേ വീല് ടേൺ ആവുന്നുണ്ട്. സസ്പെൻഷൻ ഒന്നുമില്ല. ഇതിന് ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പിനി വീലൊക്കെ ഉണ്ട്. ട്രക്കിൻ്റെ അടിഭാഗം പോലെ തന്നെയാണ് ഇതിൻ്റെ ഏകദേശം വർക്കൊക്കെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരാം. ഇതാണ് ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. ഇതാണ് എൻജിൻ്റെ വശങ്ങൾ. അപ്പോൾ അതടയ്ക്കാം. ടെയിൽ ഗേറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. നല്ല ഹെവി ആയിട്ട് അടിപൊളി സൂപ്പർ ഡീറ്റെയിലിങ്ങോട് കൂടി ഈ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നത് എന്തോ എനിക്കൊരു ലോട്ടറി അടിച്ചാൽ ഇന്നലെ എന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇത് കണ്ടപ്പോൾ വിചാരിച്ച ബഡ്ജറ്റ് ഭയങ്കര ഹെവി ആയിട്ടൊരു ബഡ്ജറ്റാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പോക്കറ്റ് ഫ്രണ്ട്ലി ഞാൻ പറഞ്ഞല്ലോ 5000 ബിലോ ആണ് ഇതിൻ്റെ റേഞ്ച്. അത് മാത്രം ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. ഇവിടെ ഡോറിൻ്റെ ഹാൻഡിൽ ഇതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇൻസൈഡ് ഹാൻഡിലും പിന്നെ ഗിയറിൻ്റെ ഇതും പിന്നെ ഇത് ബ്രേക്ക് പെഡൽ, അതൊക്കെ സ്റ്റിയറിംഗ് തിരിയുന്നുണ്ട്. ഓക്കെ, ടയറും തിരിയും. ഇതുണ്ട്. പിന്നെ ഫുള്ളി റെഡ് കളറിലൊരു വണ്ടി. നമ്മുടെ ഫെറാറിയൊക്കെ റെഡ് ഉണ്ട്, എന്നാൽ കൂടിയും
ഒരു പിക്കപ്പിൽ ഈ ഒരു റെഡ് നമ്മുടെ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഇങ്ങനത്തെ പിക്കപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. മോസ്റ്റ്ലി ഇന്ത്യയിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരിക എല്ലാവരും പ്ലീസ്. പിന്നെ ഇവിടെ ഫോർഡ് പിക്കപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഫോർഡിൻ്റെ ലോഗോ ഉണ്ട്. എവറി ടയറിലും ഫോർഡിൻ്റെ ഇതുണ്ട്, പേര് എഴുതിയിട്ടുണ്ട്. ഇതാണ് 1953 ഫോർഡ് പിക്കപ്പ്. ഇതിൻ്റെ പെട്രോളിൻ്റെ മീൻസ് പെട്രോളോ ഡീസലോ എന്തോ ഗ്യാസിൻ്റെ ഇതുണ്ട്. ഇതാണ് സാധനം. നല്ല വെയിറ്റും ഉണ്ട് സാധനത്തിന്. ഇതാണ് നമ്മുടെ എന്താ പറയുക, നേച്ചറോട് ചേർന്നാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗാർഡനിലെ റിവർ സൈഡാണ് ആക്ച്വലി ഗാർഡൻ. ഇത് ഈ റിവർ ഇപ്പോൾ മഴ അത്ര തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് വെള്ളം കുറവാണ്. മഴക്കാലത്ത് നല്ല അടിപൊളി ഫ്ലോ ഉണ്ടാവും വെള്ളത്തിന്. സൂപ്പറായിരിക്കും ഇവിടെ വന്നിരിക്കുന്ന ഫീലേ ഒരു തനി സുഖമായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ ഉറപ്പായിട്ടും കമൻറ്റ്സ് ഇടുക. ഒരുപാട് ഡൈകാസ്റ്റ് കാർസിനെ കുറിച്ച്, കുഞ്ഞൻ കാറുകളെ കുറിച്ചുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷൻ അത് മെയിനാണ്. ഞാൻ പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുകയാണ്, പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ എനിക്കതൊരു മോട്ടിവേഷൻ ആവുള്ളൂ, നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വീഡിയോ എത്തിക്കാനും എനിക്ക് പറ്റുള്ളൂ. താങ്ക് യു.